ഷൊർണൂർ NDA സ്ഥാനാർത്ഥി ടി ശങ്കുട്ടി ദാസ് നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഷൊർണൂരിനോട് പറയാനുള്ളത്? ഷൊർണൂരിനോട് വളരെ ചെറിയ സമയം മാത്രമേ നമുക്ക് അടുത്ത 5 കൊല്ലത്തേക്കുള്ള ഷൊർണൂരിന്റെ ഭാവിയെ നിശ്ചയിക്കാനുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. ഏപ്രിൽ 9-ാം തീയതിയാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 1-ാം തീയതി നമുക്കൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അടുത്ത കൊല്ലം നമുക്കത് തിരുത്താനുള്ള അവസരമുണ്ട്. ഏപ്രിൽ 9-ാം തീയതി ഒരു അബദ്ധം പറ്റിയാൽ പിന്നെ 5 കൊല്ലത്തേക്ക് ആ അബദ്ധം നമുക്ക് സഹിക്കുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ച് വളരെ വിവേകപൂർണ്ണം ഒരു തീരുമാനം എടുക്കണം. ഇത്തവണ ഈ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഈ മണ്ഡലത്തിന് വേണ്ടി കാര്യങ്ങൾ പഠിച്ച് അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിച്ച് അതിനുവേണ്ടി വലിയ വികസനവും വലിയ മാറ്റങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓടി നടക്കാൻ ശേഷിയുള്ള, മണ്ഡലത്തിനെ പറ്റി എന്താ പറയുക, കൃത്യമായി മനസ്സിലാക്കുന്ന, കൃത്യമായ പഠനം നടത്തുന്ന, അതിനെല്ലാം കൃത്യമായിട്ടുള്ള പ്രോജക്ട് റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കിയത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് മുമ്പിൽ സമർപ്പിക്കാനും അവയ്ക്ക് അംഗീകാരം നേടിയെടുക്കാനും അത്തരം പദ്ധതികൾക്ക് കേന്ദ്രത്തിൽ നിന്നുൾപ്പെടെ ഫണ്ട് കൊണ്ടുവരാനൊക്കെ സാധിക്കുന്ന, അടുത്ത 5 വർഷം കൊണ്ട് ഷൊർണൂരിൽ വലിയ വികസനം കൊണ്ടുവരാൻ സാധിക്കുന്ന, ഷൊർണൂരിന്റെ മുഖച്ഛായ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരാളെ വേണം ഇത്തവണ തിരഞ്ഞെടുക്കാൻ. അല്ലാണ്ട് പതിവ് ശീലം കൊണ്ട് എല്ലാ വട്ടവും ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇത്തവണ അങ്ങനെ തന്നെ എന്ന ഒരു രീതിയിൽ വോട്ട് ചെയ്യരുത്. ഇത്തവണ ഒരു മാറ്റത്തിന്, ഒരു പരിവർത്തനത്തിന്, ഒരു വിപ്ലവത്തിനുള്ള ധൈര്യം, അതിനുള്ള ആർജവം ഷൊർണൂരിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ജനങ്ങൾ എത്രത്തോളം മാറുന്നൊരു പ്രതീക്ഷയുണ്ട്? നമുക്ക് മാറ്റത്തിന്റെ വലിയ സൂചനകൾ ഈ പ്രചരണ കാലയളവിൽ തന്നെ ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ആളുകൾ ഈ നിലനിൽക്കുന്ന അവസ്ഥയിൽ തൃപ്തരല്ല. ഇങ്ങനെയല്ല വേണ്ടത്. ഇതിനേക്കാൾ വളരെ മുന്നേറാൻ, ഇതിനേക്കാൾ വളരെ നന്നാവാൻ ശേഷിയുള്ള, വളരെ വികസിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥലമാണ് ഷൊർണൂർ. കഴിഞ്ഞ 15 വർഷം പക്ഷേ ഷൊർണൂരിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകൾ ആ സാധ്യത തിരിച്ചറിയുകയോ അതിന് വേണ്ടവണ്ണം ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല എന്ന വിമർശനവും അവർക്കുണ്ട്. BJPക്ക് ക്രമാനുഗതമായിട്ട് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് വർദ്ധിക്കുന്നുണ്ട്. ഇത്തവണ നമ്മൾ ആ ഇക്വിലിബ്രിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇത്തവണ ആ കോട്ടയെ പൊളിച്ചുകൊണ്ട് BJP ഇവിടെ വിജയക്കൊടി പാറിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രതീതി. കഴിഞ്ഞ അല്പസമയം മുന്നേ LDF സ്ഥാനാർത്ഥി മമ്മിക്കുട്ടി അങ്ങനെ കണ്ടിരുന്നു. അതേ പറഞ്ഞു, ഞങ്ങൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു, ഇടത് കോട്ടയാണ്, ഈ കോട്ട പൊളിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ വീണ്ടും ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ജനാധിപത്യത്തിൽ ജനങ്ങളെ പരിഹസിക്കുന്ന പ്രസ്താവനയാണ്. അങ്ങനെ ജനാധിപത്യത്തിൽ ഒരു കോട്ടയും ഇല്ല. ഇടതിന്റെ കോട്ടയാണ്. ജനങ്ങളെല്ലാവരും ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതല്ലാതെ മറ്റേതെങ്കിലും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടി ഉണ്ടാവും, അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ലല്ലോ. ഇത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനാണ്. ആളുകൾക്ക് മണ്ഡലത്തിന്റെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് അവരുടെ അഭിരുചികൾക്കനുസരിച്ച് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച് ഓരോ സ്ഥാനാർത്ഥികളും സ്വീകരിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടൊക്കെ ഓരോ തവണയും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എത്താനുള്ള അവകാശമുണ്ട്. അല്ലാണ്ട് ഇടതിന്റെ കോട്ടയാണ്, ഇവിടെ വേറെ ആരും വാഴില്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അത്തരത്തിലുള്ള അമിതാത്മവിശ്വാസങ്ങളെല്ലാം ചരിത്രത്തിൽ തകർന്നിട്ടുണ്ട്. ഏറെക്കാലമായി നിലനിൽക്കുന്ന തകരാത്ത എന്ന അവകാശപ്പെട്ട പല കോട്ടകളും പൊളിഞ്ഞിട്ടുണ്ട്. ഒരു സാധ്യതയും ഇല്ലെന്ന് കരുതിയിടത്തൊക്കെ പല പാർട്ടികളും അധികാരത്തിൽ വന്നിട്ടുണ്ട്. ജനാധിപത്യത്തിൽ അങ്ങനെയുള്ള വിസ്മയങ്ങൾക്ക് എപ്പോഴും സ്പേസ് ഉണ്ട്. ഷൊർണൂർ ഇത്തവണ ഒരു വിസ്മയത്തിന് തയ്യാറെടുക്കുകയാണ്. നാളെത്തോടെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നു. ഇനി ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാത്രമാണ് നമ്മളെ കയ്യിലുള്ളത്. ആളുകളിലേക്ക് എത്രത്തോളം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ശങ്കുട്ടി ദാസ്? ഞാൻ മണ്ഡലത്തിൽ എല്ലായിടത്തും ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്റെ പ്രചരണത്തിന്റെ ഒരു 3 ഘട്ടം പൂർത്തിയായിട്ടുള്ളതാണ്. ഇന്നലെ ഞങ്ങളുടെ മഹാസമ്പർക്കം, 3-ാമത്തെ ഞായറാഴ്ചത്തെ 3-ാമത്തെ മഹാസമ്പർക്കം നടന്നിട്ടുണ്ട്. ഞാൻ പരമാവധി ആളുകളെ ഇനിയുള്ള സമയം കൊണ്ടും കാണാൻ ശ്രമിക്കുന്നുണ്ട്. നിശബ്ദ പ്രചരണത്തിന്റെ സമയത്തും നിശബ്ദമായിട്ടുള്ള പ്രചരണ പദ്ധതികൾ BJP തുടരും. ബഹളങ്ങളില്ലാതെ, ഘോഷമില്ലാതെ. 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ എത്തുന്ന ഓരോ വോട്ടറെ കൊണ്ടും BJP ആണ് ഇത്തവണത്തെ ശരിയായിട്ടുള്ള ചോയ്സ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ലാസ്റ്റ് ലാപ്പ് വരെ ഞങ്ങൾ പ്രവർത്തിക്കും. ബാക്കി ജനങ്ങളുടെ കയ്യിലാണല്ലോ. മറിയും തീർച്ചയായിട്ടും മറിയും. ശങ്കുട്ടി ദാസിനൊപ്പം വളരും. ഷൊർണൂർ മാത്രമല്ല, ഈ പ്രദേശം, പാലക്കാട് പ്രദേശത്തിൽ തന്നെ വലിയ മാറ്റം ഇത്തവണ ഉണ്ടാകാൻ പോവുകയാണ്. കേരളത്തിൽ BJPയുടെ വലിയൊരു ചൈത്രയാത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെയേറെ സീറ്റുകളിൽ BJP ജയിക്കും. പാലക്കാട് ജില്ലയിൽ മാത്രം 4-ലേറെ സീറ്റുകളിൽ BJP ഉണ്ടാവും. അതിലൊന്നായിട്ട് തീർച്ചയായിട്ടും ഷൊർണൂർ ഉണ്ടാവും. മാറാത്തത് മാറും, ഷൊർണൂർ മുന്നേറും, ശങ്കുട്ടി ദാസിന്റെ ഒപ്പം ഷൊർണൂർ വളരും. എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. തകർക്കട്ടെ. നമ്മുടെ കൂടെ കുറെ ആളുകളുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ചൂട്, ആവേശം എത്രത്തോളം ഉണ്ട്? നല്ല ആവശ്യത്തിലല്ലേ നമ്മള് ഷൊർണൂർ പിടിക്കുന്നുള്ള ആവശ്യത്തിൽ. ഓ പിന്നെന്താ, ഇവിടെ ചുവന്ന കോട്ട ഇടത് കോട്ടയൊന്നുമില്ല, ഞങ്ങൾ ആ കോട്ട പൊളിക്കും. ഞങ്ങള് കാവിക്കോട്ടയ്ക്ക് മാറ്റും. ഇത് പൊളിയാത്ത കോട്ടകളൊന്നുമില്ല. ഞങ്ങൾ ചുവപ്പ് കോട്ട കാവിക്കോട്ട അയക്കുന്നാണ് പറഞ്ഞത്. അല്ല, നോക്കൂ, അത് ആത്മവിശ്വാസം, പ്രവർത്തകരുടെ ആത്മവിശ്വാസമാണ് അത് കാണിക്കുന്നത്. അതായത് ഇവിടെ വലിയ ചോർച്ചയും വലിയ ബലക്ഷയവും ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ട്. പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് പോലെ എന്ത് വന്നാലും ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന സാഹചര്യമൊക്കെ മാറിക്കഴിഞ്ഞു. ജനങ്ങളുടെ ചിന്താഗതി മാറിക്കഴിഞ്ഞു. പാർട്ടിയുടെ അവസ്ഥ മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ മണ്ഡലത്തിൽ എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത്? ഷൊർണൂർ അർഹിക്കുന്ന ഉയരത്തിലെത്തിയോ? ഷൊർണൂരിന് സാധ്യമായിട്ടുള്ള വികസനങ്ങൾ നടത്താനായോ? ഇടതുപക്ഷത്തിന് ഭരണം ഉണ്ടായിരുന്ന 10 കൊല്ലത്തിൽ
ഇടതുപക്ഷത്തിന്റെ MLA ഉണ്ടായിട്ട് ആ 10 കൊല്ലം കൊണ്ട് ഷൊർണൂരിന് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചോ? ഒരു സർക്കാർ കോളേജ് ഇല്ലാത്ത നിയോജക അവർ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന നമ്മുടെ ഈ 5 കൊല്ലം കൊണ്ട് എന്താ മാറ്റം ഉണ്ടായത്? ഇപ്പൊ അങ്ങ് പറയുന്ന ഒരു വികസനം കൊണ്ടുവന്നത്. ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ ഒരു സർക്കാർ കോളേജ് ഉണ്ട്, ഒരു ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എന്തെങ്കിലും ഒരു കോളേജ് ഉണ്ടോ? കോളേജ് ഇല്ല. സ്വകാര്യ കോളേജുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. കുടിവെള്ളത്തിന്റെ ക്ഷാമത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? 2 പുഴ ഒഴുകുന്ന സ്ഥലമാണിത്, ഭാരതപ്പുഴയും തൂതപ്പുഴയും. പുഴയിൽ വെള്ളമുണ്ട്, ആളുകൾക്ക് ദാഹമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റുന്നില്ല. ഈ വെള്ളത്തെ ശുദ്ധീകരിച്ച് പ്യൂരിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ ഇതുവരെയായിട്ട് സാധിച്ചില്ല. സാങ്കേതികത ഇല്ലാത്തതുകൊണ്ടല്ല, മനസ്സില്ലാത്തത് കൊണ്ടാണ്. അതേപോലെ തന്നെ വ്യവസായങ്ങൾ, ഷൊർണൂരിന്റെ അവസ്ഥ എന്താ? ഷൊർണൂരിൽ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന ഉരുക്ക് വ്യവസായം ഒക്കെ ഇല്ലാതായി നാമമാത്രമായി കഴിഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പകുതിയിൽ താഴെയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഷൊർണൂരിലെ കൃഷി, നമ്മുടെ എന്താ പറയുക, വള്ളുവനാടിന്റെ നെല്ലറ എന്നാണ് ചളവറയെ വിളിക്കുന്നത്. ചളവറയിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് നടപടി ഉണ്ടായിട്ടുള്ള ഒരു നെല്ല് സംഭരണശാല ആരംഭിക്കാൻ ഇവിടെ ഇതുവരെയായിട്ട് സാധിച്ചിട്ടുണ്ടോ? പോട്ടെ, ഇവിടെ ഈ പറയുന്ന ആശുപത്രി, കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള ഒരു ആശുപത്രി ഷൊർണൂരുണ്ടോ? അങ്ങനെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആളുകൾ ഒറ്റപ്പാലത്തേക്കും അല്ലെങ്കിൽ പാലക്കാട്ടേക്കും തൃശ്ശൂരിലേക്കും പോകണ്ടേ? ഷൊർണൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം അല്ലെങ്കിൽ മേൽവിലാസം റെയിൽവേ ആണല്ലോ. റെയിൽവേ വികസനത്തിന് വേണ്ടിയിട്ട് കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് പ്രോജക്റ്റാണ് കൊടുത്തിട്ടുള്ളത്? എന്ത് പ്രപ്പോസൽസാണ് സമർപ്പിച്ചിട്ടുള്ളത്? എന്ത് ലൈസൻ വർക്കാണ് നടത്തിയിട്ടുള്ളത്? ഇപ്പോൾ ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ MLA എന്താ പ്രവർത്തിച്ചിട്ടുള്ളത്? അതല്ലെങ്കിൽ നിലമ്പൂർ നഞ്ചങ്കോട് പാത, ഷൊർണൂരിന്റെ വലിയ വികസനം കൊണ്ടുവരുന്നൊരു പദ്ധതിയല്ലേ അത്? അതല്ലെങ്കിൽ റെയിൽവേ മെഡിക്കൽ കോളേജ്, ഇവിടെ നിങ്ങളോ ആശുപത്രി തുടങ്ങുന്നില്ല, റെയിൽവേനെ കൊണ്ടൊരു മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് ആളുകൾക്ക് നല്ല ചികിത്സാ സൗകര്യം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമല്ലോ. ആ കാര്യത്തിൽ എന്ത് മുന്നോട്ട് പോക്കാൻ ഉണ്ടായിട്ടുള്ളത്? നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ അമൃത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം 26 കോടി രൂപ മുടക്കിയിട്ട് റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചപ്പോൾ ഇന്ന് നമുക്ക് കയറിയിരിക്കാൻ കഴിയുന്ന അന്തസ്സുള്ള റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായി. അതിനുമ്പോൾ അതിന്റെ അവസ്ഥയും വളരെ മോശമായിരുന്നു. അപ്പോൾ ഒരു കാര്യത്തിലും ഇവർക്ക് കയ്യിലുള്ള കാര്യങ്ങളിൽ പോലും ഇവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. വികസനത്തിന്റെ കാര്യം പോട്ട് അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ ഭവനരഹിതരുടെ എണ്ണം വളരെയേറെ കൂടുതലുള്ള സ്ഥലമാണിത്. കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിട്ടുള്ള 4 പഞ്ചായത്തുകളുണ്ട് ഇവിടെ. ആളുകൾക്ക് തൊഴിലില്ലാത്തതിന്റെ പ്രശ്നമുണ്ട്. യുവാക്കൾക്ക് തൊഴിൽ തേടി പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഇവിടെ ഇത്രയും നല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ, കേരളത്തിന്റെ തെക്കൻ കേരളത്തിനും വടക്കൻ കേരളത്തിനും ഒരേ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മധ്യസ്ഥാനത്തുള്ള സ്ഥലത്ത് എല്ലാവർക്കും ഒത്തുചേർന്ന് തൊഴിലെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, കണക്ടിവിറ്റി കൂടുതലുള്ള സ്ഥലമാണ്. എന്നിട്ടും IT പാർക്ക് പോലെയുള്ള സംരംഭങ്ങൾ ഇവിടെയല്ല വരുന്നത്. ഇൻഡസ്ട്രികളെ സംരക്ഷിക്കാൻ മിനി ഇൻഡസ്ട്രിയൽ സോൺ പോലെയുള്ള ആശയങ്ങൾ ഉണ്ടാവുന്നില്ല. ഷൊർണൂരിന്റെ സംസ്കാരത്തെ, പൈതൃകത്തെ സംരക്ഷിക്കാൻ എന്ത് നടപടി ഉണ്ടായിട്ടുള്ളത്? വിവേകാനന്ദ സ്വാമി കാല് കുത്തിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് എവിടെയും വിവേകാനന്ദ സ്വാമിക്ക് ഒരു സ്മാരകമില്ല. വിവേകാനന്ദന് പ്രതിമ നിർമ്മിക്കാൻ വേണ്ടി 2013 25 ലക്ഷം രൂപ അനുവദിച്ചു. ഇപ്പൊ 13 വർഷം കഴിഞ്ഞു. 25 ലക്ഷം രൂപ എവിടെയാണെന്ന് അറിയില്ല. വിവേകാനന്ദ സ്വാമിയുടെ സ്മാരകം അവിടെ എന്തായാലും ഉണ്ടായിട്ടില്ല. ആ സ്ഥലത്ത് സ്മാരകം നിർമ്മിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങളിപ്പോൾ പോയി നോക്കിക്കഴിഞ്ഞാൽ, നേരെ നോക്കിക്കഴിഞ്ഞാൽ KFC ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന ബോർഡ് കാണാം. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തണുപ്പിച്ച കള്ള് എന്നൊരു ബോർഡ് കാണാം. ഇതാണ് വിവേകാനന്ദ സ്മാരകത്തിന് പകരം അവിടെ വന്നിട്ടുള്ള സംഗതികൾ. എന്തായാലും ഷൊർണൂർ മാറട്ടെ, ഷൊർണൂർ ശങ്കുട്ടിദാസിലൂടെ മാറി മറിയട്ടെ അല്ലേ? തീർച്ചയായും. അതെ അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. മാറ്റം തീർച്ചയായിട്ടും. അപ്പോ ഇടത് കോട്ട എന്ന് പറയുന്ന ഒരു കോട്ടയൊന്നും ഇല്ല എന്നാണ് NDA പ്രവർത്തകരും NDA സ്ഥാനാർത്ഥിയും പറയുന്നത്. തീർച്ചയായിട്ടും ഈ കോട്ട ഇടത് കോട്ട, ചുവന്ന കോട്ട, കാവിക്കോട്ടയായി മാറും എന്ന് തന്നെയാണ് ശങ്കുട്ടിദാസ് നമ്മോട് പറയുന്നത്. ക്യാമറ പേഴ്സൺ ബാദുഷാ നല്ലായിക്കൊപ്പം നിഖിൽ ദേവരാജ്, 1 ന്യൂസ്. സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. Kavita Gold and Diamonds, the versatile jewelry.